ഓർഗനൈസേഷൻ ഓഫ് സ്മോൾ ന്യൂസ് പേപ്പേഴ്സ് സൊസൈറ്റി കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ബില്ലിലെ ആശങ്കയകറ്റാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ പാസാക്കിയ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ബില്ലിനെ കുറിച്ച് ഉയർന്നു വന്ന ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്ന് ഓർഗനൈസേഷൻ ഓഫ് സ്മാൾ ന്യൂസ് പേപ്പേഴ്സ് സൊസൈറ്റി കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മാധ്യമ സ്ഥാപനങ്ങളിൽ കയറി റെയ്ഡ് നടത്താനും പ്രസ് രജിസ്ട്രാർക്ക് അമിതാധികാരം നൽകാനും പത്രങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനും അധികാരം നൽകുന്ന ബില്ലിലെ വ്യവസ്ഥകൾ മാധ്യമ മേഖലയ്ക്ക് ഭീഷണിയാണ്. പത്രങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതാക്കുന്ന ബില്ലിനെക്കുറിച്ച് പൊതുജനാഭിപ്രായം ഉയർന്നു വരണമെന്നും യോഗം ആഹ്വാനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മലയാള മനോരമ മുൻ അസിസ്റ്റന്റ് എഡിറ്ററുമായ KF ജോർജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അത് 1867 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരാണ് ആദ്യത്തെ പ്രസ് ആക്ട്, ലോർഡ് ലിറ്റന്റെ കാലത്ത് ഒരു അത് കൊണ്ടുവരികയാണ്, ആദ്യത്തെ ഒരു നിയമം കൊണ്ടുവരികയാണ്. അതായത് പത്രങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമമാണ്. അതിൽ ഇത്രയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ മാതിരിയുള്ള ഈ ഭീകരപ്രവർത്തനം എന്ന് പറയുന്നൊന്നുമില്ല. അന്ന് ഈ വിമർശനം വന്ന സമയത്ത് ആദ്യമായിട്ടൊരു നിയമം 1867 ആ നിയമമാണ് ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, അതായത് 100 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ 21 ഡിസംബറിൽ ഈ ആക്ട് പ്രസ് രജിസ്ട്രേഷൻ ആൻഡ് പീരിയോഡിക്കൽസ് ബിൽ ആണ് അതിൻ്റെ ആ ബില്ലിൻ്റെ പേര്. പ്രസ് രജിസ്ട്രേഷൻ ആൻഡ് പീരിയോഡിക്കൽ ബിൽ എന്ന് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ ആ ബില്ല് വളരെ സുതാര്യമാണ്. അതാണ് ഈ പത്രങ്ങളൊക്കെ പറഞ്ഞ് ബെസ്റ്റായിട്ടുള്ളത്. കാരണം നേരിട്ട് ഓൺലൈനിൽ അപേക്ഷിക്കാം. പക്ഷെ അത് ഈസി എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ ഈസിയുള്ളൂ. സുതാര്യത അവിടെ. OSNS പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി അധ്യക്ഷനായിരുന്നു. പീപ്പിൾസ് റിവ്യൂ പത്രാധിപർ PT നിസാർ വിഷയാവതരണം നടത്തി. KV സുബ്രഹ്മണ്യൻ, നിസാർ ഒളവണ്ണ, ഉമറുൽ ഫറൂഖ്, TKA അസീസ്, ജോയ് പ്രസാദ് പുളിക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.